ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധനായ ഡീക്കൻ ലോറൻസിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് ഒത്തിരി അധികം ഫലം നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഈ ഒരു ഉപമ അവിടെ നിന്ന് പറയുന്നത് അവിടുത്തെ തന്നെ മരണത്തെക്കുറിച്ച് വെളിപ്പെടുത്താനാണ്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യേശുനാഥൻ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ലാസറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് ശിഷ്യന്മാരോടൊപ്പം അവിടെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അത് യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പെസഹായ്ക്ക് ഒരാഴ്ച മുൻപെയാണ് ഇത് നടക്കുന്നത്. അപ്പം ആ പെസഹായുടെ ദിനത്തിന് മുൻപ് യേശുനാഥൻ ആ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവനെ തിരക്കി കുറച്ച് ഗ്രീക്കുകാർ വരികയാണ്. അപ്പം ഇതൊക്കെ യേശുനാഥൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് കണ്ടിട്ട് ശിഷ്യന്മാരുടെ ഉള്ളിലും മഹത്വപൂർണ്ണനായ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഒരു ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് യേശുനാഥൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ വരുന്ന ആഴ്ച മരിക്കാനുള്ള ആളാണ് യേശുനാഥൻ. ആ മരണത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് മരണത്തെ വരിക്കാനാണ്. അതുകൊണ്ട് ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ ഞാനും ഭൂമിയിൽ വീണ് അഴിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് മഹത്വം പ്രാപിക്കുന്നത്. എൻ്റെ മഹത്വം മരണത്തിലാണ്, എൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിലാണ്. അപ്പം ഇവിടെയും നമുക്ക് മനസ്സിലാകും, യേശുനാഥനെ കൊല്ലുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന ഫരിസേയരും മറ്റുള്ളവരും അതിൻ്റെ പ്രധാന കാരണം യേശുനാഥൻ ലാസറിനെ ഉയർപ്പിച്ചതിന് വേണ്ടിയാണ്. അപ്പോൾ അവിടുന്ന് ഈ മരണം ഏറ്റെടുക്കേണ്ടി വന്നത് തന്നെ മറ്റു മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിലുള്ള പാപികളായ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് മരണത്തിലേക്ക് കാലുകൾ എടുത്തു വെക്കുന്നത്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഡീക്കനായ വിശുദ്ധ ലോറൻസ് രക്തസാക്ഷിയാണ്. അദ്ദേഹം സിക്സ്റ്റസ് 2-ാമൻ പാപ്പയുടെ കാലത്ത് സഭയിലെ 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു. പാപ്പ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഗവർണർ ഇദ്ദേഹത്തോട് സഭയുടെ സ്വത്തുക്കൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ സ്വത്തുക്കളൊക്കെ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്ത് മരണം വരിച്ച വ്യക്തിയാണ്. മരണം അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാനാണ് വിധിച്ചത്. അങ്ങനെ ഒരു ഭാഗത്ത് ചുടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഈ ഭാഗം എന്ത് കഴിഞ്ഞു, അടുത്ത ഭാഗത്തേക്ക് എന്നെ മറിച്ചിടുമെന്ന്. അപ്പം ഈ മരണം അദ്ദേഹം സന്തോഷത്തോടെ മരിച്ചത് സഭയെ സ്നേഹിച്ചതുകൊണ്ട്, യേശുനാഥനെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണമുണ്ട്. ക്രിസ്തു മരണം വരിച്ചത് മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുപോലെ ആ പെട്ടെന്ന് തന്നെ അവൻ്റെ മരണത്തെ സ്ഥിരീകരിക്കാൻ ആളുകൾ ഓടിക്കൂടിയത് ലാസറിനെ അവിടെ നിന്ന് ഉയർപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ട്, ലാസറിനെ സഹായിച്ചത് കൊണ്ട് അവിടത്തേക്ക് മരണം അടുത്തെത്തുകയാണ്. ഇവിടെ ലോറൻസ് പാവങ്ങളായ ദരിദ്രരെ സഹായിച്ചത് കൊണ്ട് അവൻ്റെ മരണവും വളരെ ഭയാനകമായി അടുത്തെത്തിക്കണം. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് മറ്റു മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ജീവിതം അവർ സമർപ്പിച്ചത്. ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാത്രം സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല. അവിടുത്തെ സ്നേഹം പൂർണ്ണമാകുന്നത് ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ്. അവിടുന്ന് മനുഷ്യർക്ക് വേണ്ടി ജീവൻ ഏകിയതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് ക്രിസ്തു സ്നേഹം നമ്മൾ പൂർത്തിയാകുന്നതെന്ന് ഇന്നത്തെ സുവിശേഷവും ഈ വലിയ വിശുദ്ധനും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്തുനാഥനെ പോലെ, വിശുദ്ധ ലോറൻസിനെ പോലെ ഗോതമ്പ് മണി അഴുകുന്നത് പോലെ എൻ്റെ ജീവിതത്തെയും മറ്റു മനുഷ്യർക്കായി ഉരുകി തീർക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.